ഹേ ഗായ്സ്, എല്ലാവർക്കും റോസിന് പുതിയ വീഡിയോയിലേക്ക് സുഹൃത്തുക്കളെ. നമ്മുടെ നമ്മുടെ ചിക്കമംഗളൂർ വേലൂർ ഉടുപ്പി യാത്രയിലെ മൂന്നാമത്തെ ദിവസമാണ്. മൂന്നാമത്തെ ദിവസത്തിൽ നമ്മളിപ്പോൾ കറണ്ട് ലൊക്കേഷൻ നിൽക്കുന്നത് ഉടുപ്പിയാണ്. പിന്നെ ഉടുപ്പിയാണ് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. അപ്പൊ നമ്മുടെ രാവിലത്തെ പ്ലാനിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്നും എല്ലാം നമ്മള് ശ്രീകൃഷ്ണൻ അമ്പലം ഉണ്ട്, അമ്പലം വിസിറ്റ് ചെയ്യും. അമ്പലം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇന്നത്തോടെ അവസാനിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം, അതായത് നാളെ പുലർച്ചെയാണ് ട്രെയിൻ വരുന്നത്. ഡിലേ ഉണ്ടെന്ന് പറഞ്ഞു. 12:30 വരെയാണ് അമ്പലം വിസിറ്റ് ചെയ്യുന്ന ടൈം. അത് കഴിഞ്ഞ് നമുക്കൊരു ഐലൻഡ് വരുന്നുണ്ട്, സെന്റ് മേരീസ് ഐലൻഡ് വരുന്നുണ്ട്, മാൽപ്പയിലേക്ക് പോകുന്നുണ്ട്. മൂന്നാമത്തെ പോകും ഇവിടെ തുടങ്ങാണ്. അതേപോലെ ഈ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട്. ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ തിരുവടുപ്പി അമ്പലത്തിന്റെ എൻട്രൻസ് സൈഡിലുള്ള ഓരോ ഇതാണ് ഷോപ്പും കടകളാണ് കാണുന്നത്. നമ്മൾ ലോഡ്ജാണ് ആദ്യം തെറ്റിദ്ധരിച്ചു, പക്ഷെ ഇതാണ് അമ്പലം. ഇവിടെ അതിന്റെ ഹോളാ തോന്നുന്നു. ചെരുപ്പ് വെക്കാൻ പൈസ കൊടുക്കണം, ചെരുപ്പാലും എടുത്തോണ്ട് പോകും. അതുകൊണ്ട് പിന്നെ ഈ സൈഡില് ഇവിടെ അങ്ങോട്ട് സൈഡില് ഷോപ്പിങ്ങിന് സാധനങ്ങൾ, രൂപം, വിഗ്രഹങ്ങള്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴത്തെ കാരണം വിചാരിച്ചിട്ട് നിന്നതാണ്. പക്ഷെ ചില്ലറ ക്യൂ വന്നിട്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ക്യൂ ആണ്. സോ ആ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും 1 മണിക്കൂർ പോകും. നമ്മൾ ആകെപ്പാടുള്ള 1 മണിക്കൂറാണ് അവിടെ വിസിറ്റ് ചെയ്യാൻ നടക്കാൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അതിന് പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. അതും കുറെ മണിക്കൂർ ദൂരമുണ്ട്. അപ്പോ നമ്മള് കയറാൻ പറ്റുന്ന വേറെ വഴി നോക്കിക്കൊണ്ടിരിക്കുക. കയറാൻ പറ്റണമെങ്കിൽ കയറും, കാണും. ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ തീരാ നല്ല ലെങ്ത്തുള്ള ക്യൂ ആണ്. ഇഷ്ടംപോലെ എന്തായാലും വേറെ ഒരു വഴിയാണ് നോക്കണം. ഇതിന്റെ നമ്മുടെ എൻട്രൻസിന്റെ അവിടെ കണ്ട ബിൽഡിങ്ങിന്റെ ബാക്ക് ഭാഗം അവിടെ എന്തൊരു ഭജന നടക്കുന്നുണ്ട്. ക്യൂ പോകേണ്ട തെക്കി കിട്ടും. നല്ല ലെങ്ത്തുള്ള ക്യൂ, അങ്ങനെ പെട്ടെന്ന് തീരുന്നില്ലാണ്. ചെയ്തിട്ട് നമ്മള് ഇത്രയും ദൂരത്ത് നല്ല ലെങ്ത് ഡിസ്റ്റൻസിലാണ് ഭാഗമായിരിക്കുന്നത്. ഉള്ളിലെ കാണാൻ ബുദ്ധിമുട്ടാണ്. ഇരുട്ടായിട്ടുള്ള ഒരു പൊസിഷനിലാണ്. ഏതാണ് കാണുന്നത്? ഒരു എന്താ പറയാ, ഒരു ഫിഗറാണ് കാണുന്നത്, ഒരു പ്രതിമ പോലെ. ഈ സൈഡിലും രഥം കാണാനുണ്ട് നമുക്ക്. വെളുപ്പുള്ള രഥമാണ്. സൈഡിൽ കുറെ കച്ചവടക്കാരുണ്ട്. ഭയങ്കര ആംബിയൻസ് ഉണ്ട്. ഇത് വേറൊരു കവാടാണ്. ശരി, വേറൊരു വിഗ്രഹമാണ്, വേറൊരു ദൈവമാണ്. കവാടത്തിൽ വന്നേക്കാം ഭജനയും അതുപോലെ അകത്ത് കയറി തൊഴുത്. വയനാടകത്ത് പോകാൻ പറ്റില്ല, തിരക്കുണ്ട്. തൊഴുത് വചനം കണ്ട് ഒരു പ്രദക്ഷിണം കണ്ട് പുറത്തേക്ക് നിൽക്കണു. പിന്നെ ഇതിന്റെ പുറത്തുള്ള നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വട്ടം ചുറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോണ വഴിയുള്ള ആൾക്കാരെ ഇവിടെ കൂടെയുള്ളവരെ കണ്ട് വിളിച്ചിട്ട് ഒരുമിച്ച് വേണം കഴിഞ്ഞാൽ അടുത്ത കാര്യങ്ങൾ നോക്കാൻ. എന്തായാലും നല്ല പീസ്ഫുൾ ആംബിയൻസ് അവിടെ. പോസിറ്റീവ് എനർജി കിട്ടും, ഫീൽ ചെയ്യുന്നുണ്ട്. സ്ഥലങ്ങളിങ്ങനെ പോകുമ്പോൾ ഓരോ പുതിയ പുതിയ കാഴ്ചകളാണ്. അവിടെയാണ് ഞാനൊരു ഫോണും ഒരു കോലും പിടിച്ച് നടക്കുന്നത് റെക്കോർഡ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഗോപ്രോ ഒന്ന് കംപ്ലൈന്റ് ആയിപ്പോയി, അത് ബാറ്ററി ഡെഡ് ആയിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം നേരിടേണ്ട വന്നത്. പിന്നെ നല്ല ഫസ്റ്റ് വ്ളോഗും സെക്കൻഡ് വ്ളോഗും പോലെ നല്ലൊരു ഫുട്ടേജ് കിട്ടണ്ടായിരുന്നു. ഫോണിൽ സ്റ്റെബിലൈസേഷൻ ഇല്ല, അതുകൊണ്ട് ആണ് പ്രശ്നം. നമ്മള് അതൊക്കെ അമ്പലത്തിൽ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി പുറത്ത് നമ്മളിവിടെ ചെറിയൊരു കടകളൊക്കെ ഉണ്ട്. അമ്പലം, മാനവാട, കണ്ണട, അച്ചി, കളിപ്പാട്ടങ്ങളൊക്കെയുള്ള കണ്ടിട്ടുണ്ട്. ചെറിയ രീതിയില് വീട്ടിക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ ഞാൻ. അപ്പൊ നമ്മള് ചിക്കൻ ഡൈനൻ ഡിവൈനിൽ പോയി ഫുഡ് കഴിച്ച് നല്ല മസാല ചോറും ചിക്കൻ 65 അങ്ങനത്തെ മാങ്ങാച്ചാറൊക്കെ ആയിട്ട് ഇരുന്നുള്ള ഫുഡായിരുന്നു. ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അവിടുത്തെ കച്ചവടം അവസാനിച്ചു. നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് ഡേയിലെ ഫൈനൽ ഡെസ്റ്റിനേഷനിലാണ് നിൽക്കുന്നത്. നമ്മൾ ഫുഡ് കഴിച്ച് ഞങ്ങളവിടെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മിസ്, ഞങ്ങളുടെ കോളേജിൽ പഠിച്ച മിസ്, ആൾ ഇവിടെയാണ് പഠിക്കുന്നത്. സോ ആള് ഞങ്ങളൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ആൾ ഇന്ന് ഫുള്ള് ഫ്രീ ഓഫാണ്. നമ്മുടെ കൂടെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ കൂടെ നടക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ സെന്റ് മേരീസ് ഐലൻഡിലേക്കാണ്. ബാക്കിൽ കാണുന്ന ഐലൻഡിലേക്കാണ് പോവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ദൂരം നടക്കാനുണ്ട്. അവിടെ നിന്ന് ബോട്ടില്
ഐലൻഡിലേക്ക് പോകും. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം എടുക്കും ഐലൻഡിലേക്ക് എത്താൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാ ഡെസ്റ്റിനേഷൻ കവർ ചെയ്തു. നമ്മുടെ പാക്കേജിലുള്ള ഡെസ്റ്റിനേഷൻസും കവർ ചെയ്തു. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് കാണാനാണ്. ഇതാ ബോട്ടിൽ ലൈഫ് ജാക്കറ്റ് ഇട്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിൽ നേരെ സെൻറ്റ് മേരീസ് ഐലൻഡ്. അപ്പോൾ അതിൻ്റെ സീനറി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഈ ബോട്ടിലാണ് വന്നത്. നമ്മൾ എന്നിട്ട് നടുക്കടലിൽ വെച്ചിട്ട് വേറെ ബോട്ടിലേക്ക് മാറി. ഇതാ കാണുന്നതാണ് ഐലൻഡ്, സെൻറ്റ് മേരീസ് ഐലൻഡ്. അങ്ങനെ നമ്മൾ സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് കാലുകുത്തിയിരിക്കുന്ന സുഹൃത്തുക്കൾ. അത് നമ്മൾ വന്ന ബോട്ട് പെട്ടെന്നാണ് വന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ വരെ എത്തി. ഒരു 3/4 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും എത്താനായിട്ട്. അങ്ങനെ കാലുകുത്തി കടൽ തീരത്തുള്ളത് ഗൈസ്. അപ്പോൾ നമ്മൾ സെൻറ്റ് മേരീസ് ഐലൻഡിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല കാണാനായിട്ട്. കിട്ടിയില്ലേ സാലറി പോട്ടെ? അതും കിട്ടിയില്ലേ? അവരെ സെൽഫി അവരോട്ടാണ്. അതെ, ഇനി ഇവിടെ പ്രത്യേകിച്ച് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദ്വീപ്, കുഞ്ഞു കുഞ്ഞു ദ്വീപുകളുണ്ട്. ഇത് കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഫോട്ടോ എടുത്ത് ഗൂഗിൾ മാപ്പിലിടാനാണ് പ്ലാൻ. കയറി കാണട്ടെ, ഞാൻ കാണിച്ചു തരാം. വന്നത് അവിടെ നിന്ന് കയറി വരുന്നതാണ് ഈ എൻട്രൻസിലേക്കാണ്, സെൻറ്റ് മേരീസ് ഐലൻഡ്. അപ്പോൾ നമുക്കിവിടെ 1 മണിക്കൂറാണ് സമയമുള്ളത്. ഇന്നതിൽ തണലുണ്ട്, അതിനനുസരിച്ച് വെയിലുണ്ട് കേട്ടോ. എൻട്രൻസിൽ കൂടെ നടന്ന് ഒരറ്റത്തേക്ക് എത്തി. ഇവിടെ കാണാമെന്നുള്ളത് മാത്രം തന്നെ ഇതാണ്. ഇതേപോലെ കുറേ പാറകളും കുഞ്ഞു കുഞ്ഞു ദ്വീപുകൾ മാത്രം. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇത് കാണാനാണ് 1 മണിക്കൂറായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതൊക്കെ എടുത്ത് ഫോട്ടോ എടുത്തത് വിത്ത് ഞാൻ എടുത്ത് ഗൂഗിൾ മാപ്പിൽ അപ്ലോഡ് ചെയ്യാനായിട്ട്. വെറൈറ്റി അല്ലേ, നമ്മളും ആൾക്കാർ ഈ സെർച്ച് ചെയ്ത് വരുമ്പോൾ എന്താ പറയുക, നമ്മളും ഇവിടെ വന്നിട്ടുണ്ടെന്ന് കാണിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു ക്ലോസ് ഷോട്ട് സൺസെറ്റ്. ഇവിടെ ഒരു കുറച്ചേരം കൂടി നിന്ന് സൺസെറ്റ് കിട്ടും, പക്ഷേ നമുക്ക് അതിന് ടൈമില്ല. ഇവിടെ ആകെ 1 മണിക്കൂറേ ഉള്ളൂ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 4:10 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സൺസെറ്റ് കാണാനുള്ള സാധ്യത കുറവായിരിക്കും മിക്കവാറും. ഇവിടേക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ള ഇതില്ല, അവിടെ എൻട്രി ബോർഡൊക്കെ ഉണ്ട്. സോ നമുക്ക് അങ്ങോട്ട് അധികം ഇറങ്ങാൻ പറ്റത്തില്ല. ഇതിൻ്റെ അവസാന ഭാഗത്ത് എന്ന് പറയാൻ പറ്റില്ല, ഒരു ലെവലിൽ വന്നിട്ടുണ്ട്. അവിടേക്കൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അത് സ്ലിപ്പറി റോക്സ് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ആ ഭാഗത്തേക്കൊന്നും നമുക്ക് അധികം പോകാൻ പറ്റില്ല, പക്ഷെ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. ഞാൻ നോക്കട്ടെ അങ്ങോട്ട് പോകാനായിട്ട്. ഇതാണ് ഇവിടെ വരുന്നൊരു വ്യൂ. എൻ്റെ അതൊക്കെ നമ്മുടെ പിള്ളേരാണ്. നൈസ് കുട്ടി ശങ്ക് ഇതിനുള്ളിലുണ്ട്. ഞാൻ ഇവിടെയുള്ള ഒരു പാറയുടെ മണ്ടലൊക്കെ കയറിക്കണേ. ഇത് തൊട്ട് വലിയ പാറയാണ് ആ കാണുന്നത്, കണ്ടോ? എന്ത് രസമല്ലേ. ഇതാണ് ഈ ഐലൻഡിലെ എൻഡ് പോയിന്റ്. ഈ അങ്ങോട്ടാണ്, ആ സൈഡാണ് ഉള്ളത്. അതാ മറ്റേ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഈ മറ്റേ എൻഡ്. ഇവിടെ അധികം തിരക്കില്ല, ഇതിൻ്റെ കൂടുതലും കാടും ആൻഡ് പഴയ പോലെ പാറകൾ മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ ആ ഭാഗത്തായിട്ട്. അതാണ് കൂടുതലും വ്യൂ തന്നെ വ്യൂ. ഏതാണ്ട് നടന്ന് ഒരു അറ്റത്ത് വന്ന് എത്തിയ പോലെ. നമ്മുടെ പിള്ളേരാണ് കേട്ടോ കഴിച്ച് പോകുന്നത്. അങ്ങനെ ഫോട്ടോ സെഷനും വീഡിയോ സെഷനും ഒക്കെ ആയിട്ട് നടക്കണം. ഇവിടെ ഞാനോ വ്ളോഗ് എടുത്താണ്. ഈ വ്ളോഗ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു മെമ്മറീസാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കിട്ടും. എത്തി അങ്ങനെ നമ്മൾ വന്ന ബോട്ട് ഇതിലാണ് നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ. കയറട്ടെ. സെൻറ്റ് മേരീസ് ഐലൻഡിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഈ കുട്ടി ബോട്ടിൽ നിന്ന് വലിയ ബോട്ടിലേക്ക് പോവാണ്. ഇതാണ് നമ്മൾ വന്ന ബോട്ട്. അപ്പോൾ അതിലേക്ക് തന്നെ തിരിച്ച് കയറി നേരെ കരയിലേക്ക് അവിടെ കണ്ണ കരയിലേക്ക് തിരിച്ചു പോകണം സുഹൃത്തുക്കൾ. ഇപ്പോൾ നമ്മൾ അതിലേക്ക് സൈഡ് ചേർത്ത് നിർത്തിയിട്ട് നടുക്കടലിൽ നിന്ന് മറ്റേ ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ആയിരിക്കുകയാണ്. സെൻറ്റ് മേരീസ് ഐലൻഡിനോട് ടാറ്റ. ഓക്കെ, ബൈ ബൈ. ഈ ബോട്ട് നമ്മൾ കൊണ്ടുപോകണം. ഓക്കെ, വലിച്ചു പോകാനെ. ഈ ബോട്ട് കോടി തിരിച്ചു കൊണ്ടുപോകാം. കരയിലെത്തി. സെൻറ്റ് മേരീസ് ഐലൻഡിൽ തിരിച്ചു വന്നു. ഫൈനൽ ഡെസ്റ്റിനേഷൻസ് 4 ഡെസ്റ്റിനേഷൻ കംപ്ലീറ്റ് ആയതോട് കൂടിയിട്ട് നമ്മൾ ഇനി തിരിച്ചു പോവാണ്. ടാറ്റ ബൈ ബൈ. സെൻറ്റ് മേരീസ് ഐലൻഡ് എവിടെയായിരുന്നു ഐലൻഡ്? അവിടെയാണ് ഐലൻഡ്, ആ ഭാഗത്താണ് ഐലൻഡ്. അതായത് നല്ല തിരക്കുണ്ട്, ഇറങ്ങിയിട്ടാണ് ഇറങ്ങാൻ. ഈ വോക്ക് കൊടുത്ത്
നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തൻ ഐലൻഡിൽ നിന്നു. ആ സമയത്തിന് വരാൻ പറഞ്ഞിട്ട് അവൻ വളഞ്ഞ് കറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഐലൻഡിൽ വിട്ടു. നമ്മളെല്ലാവരും പോകുന്നു, അവൻ മാത്രം അവിടെ ഒറ്റയ്ക്ക്. ഇനി അടുത്ത ബോട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരുള്ളൂ. നമ്മളിവിടെ എത്തിയപ്പോൾ 1/2 മണിക്കൂറായി. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിയുമ്പോൾ അവൻ വരും. ഇപ്പം ബോട്ട് കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ വന്നവരവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. ഇപ്പോൾ ഇതാണ് സീ വാക്ക്. ഇതിന് കുറച്ച് ദൂരമുണ്ട്. അവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, മിക്കവാറും വരുമ്പോഴേക്കും നമുക്ക് സൺസെറ്റ് കിട്ടും എന്ന് തോന്നുന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ എത്തും. നടന്ന് സീ വാക്കിൻ്റെ എൻഡിലെത്താടായിട്ടുണ്ട്. ആറ്റവരെ പോയിട്ട് വരാം. സൺസെറ്റ് ഈസ് ഓൾമോസ്റ്റ് ആവാറായിട്ടുണ്ട്. പിന്നെ ബൈ നമ്മുടെ പയ്യൻ വന്നിട്ടു. നമ്മുടെ പയ്യൻ്റെ ബോട്ട് കുറച്ച് നേരത്തെ ബാക്കോട്ട് പോയുള്ളൂ. സൺസെറ്റ്, കടൽ, കര. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് കണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരത്തെ ടെക്സ്റ്റ് ഉള്ളൂ. അവിടെ പാരഗ്ലൈഡിങ് ചെയ്യണുണ്ടോ. എനിക്ക് അങ്ങനെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിൽ ബഡ്ജറ്റ് നിൽക്കില്ല. ഒക്കെ ഉണ്ട്. അവിടെ ആദ്യം പോയത്. പിന്നെ ഇവിടെ ഈ അവസ്ഥയായതുകൊണ്ട് തടഞ്ഞേക്കുക പ്രോഹിബിറ്റഡ് ആണ്. അങ്ങനെ പോകാൻ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ വ്യൂ. സൺസെറ്റ് ഇതാണ് ഇവിടുത്തെ വ്യൂ. നമുക്ക് ഏകദേശം നമ്മുടെ ഇന്നത്തെ സമയം തീരാടായി. ഇവിടുത്തെ മാൽപ്പയത്തെ സമയം ഓൾമോസ്റ്റ് ഓവർ ആവാറായിട്ട് നമുക്ക് തിരിച്ചു. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ വ്യൂ. അങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ വിസിറ്റ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ നമ്മൾ മംഗലാപുരത്തേക്ക് പോവും. അതിനിടയിൽ ഫുഡ് കഴിക്കാൻ സ്പോട്ടിൽ ഫുഡ് കഴിക്കും. മംഗലാപുരം പോവും. അവിടുന്ന് ട്രെയിൻ പുലർച്ചെ 5 മണിക്കാണ് വരെ. നമ്മൾ 10 മണിയാകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാകും നമ്മുടെ ബസ്സുകാർ. അവിടെ നിന്നുള്ള സമയം മൊത്തം നമ്മൾ പോസ്റ്റായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മുടെ 4 ദിവസത്തെ ഇൻഡസ്ട്രി വിസിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിപ്പോൾ എല്ലാ ഡെസ്റ്റിനേഷൻസും കവർ ചെയ്തു. നമ്മൾ ചിക്കമംഗളൂർ തുടങ്ങി ബേലൂർ എത്തി, ഉടുപ്പി കഴിഞ്ഞു. ഇപ്പോൾ മാൽപ്പേ, സെയിൻറ്റ് മേരീസ് ഐലൻഡ്, അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻസൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലേക്ക്. നമ്മുടെ ട്രെയിൻ വരുന്നത് പുലർച്ചെ 5 മണിക്കാണ് 28-ാം തീയതി, അതായത് നാളെ. അതുവരെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ. നമ്മളെല്ലാം പാക്കേജ് പ്രകാരം എല്ലാം കഴിഞ്ഞു. ഇനി നമ്മളതിനെ ഒരു 10 മണിയാകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ട്രെയിനിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. നമ്മുടെ ഉറക്കം കഴിഞ്ഞിട്ടില്ല, ബാക്കിയാണ്. നമ്മളിപ്പോൾ ബീച്ചിൽ നിന്ന് ഫസ്റ്റ് ഒരു ഹോട്ടലിൽ കയറി. മലയാളീസ് തന്നെ അവരോട് പോയിട്ട് അൽഫാമും ഫ്രൈഡ് റൈസ് ഒക്കെ കൂട്ടിയിട്ട് പിടിപിടിച്ചു. അതായത് നമ്മൾ ലാസ്റ്റ് ഇവിടുത്തെ ഡിന്നർ ഉടുപ്പിയിലായിരുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ നമ്മളൊരു 12 മണിയായപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ നമ്മുടെ മുന്നിൽ എടുക്കുന്നുണ്ട്. സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ പോണത്. 5 മണിക്കാണ്. പരശുരാം എക്സ്പ്രസ് തൃശ്ശൂർ വരെ. കുറച്ച് പേര് ഇവിടെ പ്ലാറ്റ്ഫോമിൽ കുറച്ച് പേര് ഡോർമെറ്റ് എടുത്തു. ഞാൻ മറ്റേ വെയിറ്റിംഗ് ഹോൾ 30 രൂപ, 1 മണിക്കൂർ 30 രൂപ വെയിറ്റിംഗ് ഹോൾ എടുത്തു. ഇങ്ങനെ പൊടിഞ്ഞതൊക്കെ കിടന്നു. അത്ര കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ക്ഷീണത്തിൻ്റെ ആയിരിക്കും. പറയാൻ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനത്തെ 4 ദിവസത്തെ ചിക്കമംഗളൂർ, ബേലൂർ, ഉടുപ്പി, മാൽപ്പേ അങ്ങനെയുള്ള ഇതോടെ അവസാനിച്ചു. ഇപ്പോൾ നമ്മൾ തിരിച്ചു വീട്ടിൽ പോകണം. എന്തായാലും തീർച്ചയായും ഈ വ്ളോഗ് എനിക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടൈം വല്ലാണ്ട് എടുക്കുന്നുണ്ട് ഓരോന്നുണ്ടാക്കാനായിട്ട്. എന്തായാലും വരും. ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്ന സുഹൃത്തുക്കളെ, ഇനി പുതിയ വ്ളോഗുമായിട്ട് വീണ്ടും വരുന്നവരെ സൈനിങ് ഔട്ട്. ഈ വ്ളോഗിൽ ഒരുപാട് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ട് നോയിസ് ക്യാൻസലേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഒരു ഡിഫറൻസ് കാണിക്കുന്നത്.